ഡോക്ടർ, ആദിക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ നിലയ്ക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഓ, റെസ്റ്റ് എടുത്താൽ മതി. എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നോളൂ. ആയിക്കോട്ടെ. ആ, അല്ല, പേടിക്കാനൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല, പക്ഷേ നല്ല ശ്രദ്ധ വേണം. ഓ, തലക്കടിയേറ്റതല്ലേ? ആ ആ, ശരി ശരി. അപ്പൊ ശരി. ആ ആ ആ, രാജ. ഓ, ദാ കൊടുത്തേക്കാം. കൃത്യസമയത്ത് സാജൻ ചേട്ടൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ ആയേനെന്ന് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ദാസപ്പൻ പറഞ്ഞതുപോലെ രാമപുരത്ത് അമ്മ തന്നെയാണ് സാജനെ ആ സമയത്ത് അവിടെ എത്തിച്ചത്. സാജൻ ചെയ്ത ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ആ, ശരിയാ. ഇത്രയൊക്കെ നന്ദി പറയാനും മാത്രം ഞാൻ അത്രയ്ക്കും വലിയ സഹായമൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നാളെ ഞാനൊന്ന് വീണുപോയാൽ എന്റെ നേരെയും സഹായിക്കാൻ ഒരു കൈ നീളണമല്ലോ. അതെ, ഉറപ്പായും. മനുഷ്യന് കഷ്ടകാലം വരുമ്പോ പണമോ പവറോ ഒന്നുമല്ല അവന്റെ കൂടെ നിൽക്കുന്നത്. അവനെ സഹായിക്കാനായി ഓടിയെത്തുന്നത് മനുഷ്യർ തന്നെയാ. അതെ, ശരിയാണ്. ഇന്നെന്നെ അവിടെ എത്തിച്ചത് എന്റെ കഴിവൊന്നുമല്ല, ആദിയുടെ ഭാഗ്യമാണ്. പുത്തൻപുരക്കിലേറെ ആർക്കൊക്കെയോ ചെയ്ത നന്മകളാ എന്റെ രൂപത്തില് ആദിക്കിന്ന് രക്ഷയ്ക്ക് ഉപകരിച്ചത്. സമയത്രേ? മുഹൂർത്തം കഴിഞ്ഞോ? ആദ്യം ടെൻഷൻ അടിക്കൊന്നും വേണ്ട. മുഹൂർത്തത്തിന് ഇനി 5 മിനിറ്റ് കൂടിയുണ്ട്. അതെ, താലി കെട്ടാൻ സമയായി. എല്ലാരും അങ്ങോട്ട് വരും. നീ ചാടിപ്പടിച്ച് എഴുന്നേക്കണ്ട, കിടന്നു. ചേച്ചിയുടെ വിവാഹം കാണണമെന്ന് ആദിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? സാജ, അമ്മുവിന്റെ വിവാഹം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആദിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ട് പോയത് സാജനും കേട്ടതല്ലേ? തലയ്ക്ക് അടി കിട്ടിയതല്ലേ? ആദി കിടന്നോട്ടെ. ഇനിയിപ്പോ എഴുന്നേറ്റ് നടന്ന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാലോ? ആദി, സാരല്ലടോ, താൻ വിഷമിക്കണ്ട. തന്റെ സിറ്റുവേഷൻ ചേച്ചിക്ക് മനസ്സിലാവുമല്ലോ. എടോ മനുഷ്യ, താൻ എത്രയോ സിനിമകളിലും സീരിയലുകളിലും നല്ല നല്ല നായക വേഷങ്ങൾ ചെയ്തിട്ടുള്ള താൻ എന്തിനാടോ വില്ലനായിട്ട് എന്റെ ജീവിതത്തിലോട്ട് കയറി വന്നത്? അതെന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ദാസപ്പ, ആദിമോന്റെ കൂടെ താൻ ഇവിടെ തന്നെ ഉണ്ടാകണം. ഓ, ആ ആ, അതെ, നീ റെസ്റ്റ് എടുക്ക്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ ഒരു ശ്രദ്ധ വേണമെന്ന്.